സർപ്പദേവതകളോടുള്ള ഭക്തിയാണ് സർപ്പപൂജ. ഈ സർപ്പങ്ങളും നാഗങ്ങളും ഒന്നാണോ? അറിയാത്തവർക്കായുള്ളതാണ് ഈ വീഡിയോ. അറിയുന്നവർ സ്കിപ്പ് ചെയ്യുക. യഥാർത്ഥത്തിൽ സർപ്പം വേറെ, നാഗം വേറെ. പുരാണങ്ങൾ പ്രകാരം സർപ്പത്തിന് നാഗത്തെ അപേക്ഷിച്ച് ദൈവികത കുറവാണ്. നാഗത്തിന് കൂടുതൽ ചൈതന്യമുണ്ട്. നാഗം ആരെയും ദംശിക്കാറില്ല. വിഷമുണ്ടെങ്കിലും നാഗം അത് ഉപയോഗിക്കാറില്ല. നാഗത്തിന് ഭയപ്പെടുത്തുന്ന രൂപവുമില്ല. നാഗങ്ങളുടെ രാജാവും നാഥനും വിഷ്ണുവിന്റെ ശൈലിയായ അനന്തനാണ്. ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായാണ് അനന്തനെ കണക്കാക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് സർപ്പങ്ങളുടെ രാജാവും നാഥനും ശിവന്റെ ഖണ്ഡഭൂഷണമായ വാസുകിയാണ്. സർപ്പങ്ങൾ നാഗങ്ങളെ പോലെ ശാന്തരല്ല. അവ അതീവ ശക്തരും നീണ്ട ചുരുണ്ട ദേഹമുള്ളവരും ഭയങ്കര കോപികളും വേണ്ടി വന്ന സകലതിനെയും ദംശിച്ച് തങ്ങളുടെ വിഷവീര്യത്താൽ ഭസ്മമാക്കാൻ കഴിവുള്ളവയുമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം നാഗങ്ങളും സർപ്പങ്ങളും കശ്യപ പ്രജാപതിയുടെ ഭാര്യയായ കദ്രുവിന്റെ സന്താനങ്ങളാണ്. നാഗങ്ങളുടെ ലോകമാണ് നാഗലോകം. ഹൈന്ദവ പുരാണ പ്രകാരം സപ്ത പാതാളങ്ങളുള്ളതിൽ അവസാനത്തെ 2 പാതാള ലോകങ്ങളായ മഹാതലം, പാതാളം തുടങ്ങിയ 2 സ്ഥലങ്ങളാണ് നാഗങ്ങൾക്കായി ബ്രഹ്മാവ് നീക്കിവെച്ചിരിക്കുന്നത്. മഹാതലം, ഇത് സർപ്പങ്ങളുടെ ലോകമാണ്. വാസുകിയാണ് ലോകനാഥൻ. ഇവിടെ സർപ്പങ്ങളെ വാസുകി രക്ഷിക്കുന്നു. സർപ്പശത്രുവായ ഗരുഡൻ വാസുകിയുടെ മിത്രവുമാണ്. അതിനാൽ ഗരുഡൻ ഇവയെ ദ്രോഹിക്കാറില്ല. ഈ ലോകത്തിൽ പ്രശസ്തരായ പല സർപ്പങ്ങളുമുണ്ട്. തക്ഷകൻ, കാളിയൻ, കാർക്കൊടകൻ, ഗുളികൻ ഇവരെല്ലാം സർപ്പരാജാക്കന്മാരാണ്. ഇവരെ ഭക്തിയോടെ പരിചരിക്കുന്ന നാഗഭക്തരും ഇവിടെയുണ്ട്. ഇവർ മഹാതലത്തിന്റെ ഓരോരോ പ്രത്യേക പ്രദേശങ്ങൾ ഭരിക്കുന്നു. ഈ സർപ്പങ്ങൾക്ക് 100ഉം 200ഉം 500ഉം ശിരസുകളുണ്ടെന്നാണ് പറയുന്നത്. പാതാളം, ഇവിടെയും ഭരണം വാസുകിക്ക് തന്നെ. എങ്കിലും ഇതിന്റെ മൂലസ്ഥാനത്തായി 14 ലോകങ്ങളെക്കാളും 1000 ഇരട്ടി വിസ്താരത്തിൽ വാസുകിയുടെ ജ്യേഷ്ഠനായ അനന്തനാഗം വസിക്കുന്നുണ്ട്. ഈ സ്ഥാനത്തിന്റെ പേരാകട്ടെ അനന്തകല എന്നാണ്. നാഗങ്ങളുടെയും സർപ്പങ്ങളുടെയും രാജാവായ വാസുകിക്ക് അനന്തനോളം വലുപ്പമുണ്ടെങ്കിലും അദ്ദേഹം അനന്തൻ വഹിക്കുന്ന ലോകങ്ങളെ പരിപാലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വാസുകി ലോകങ്ങളായ തന്റെ പ്രാണശക്തിയിൽ അടുക്കും ചിട്ടയോടും നിലനിർത്തുമ്പോൾ പാതാളത്തിൽ നാഗത്താന്മാരായ ധനഞ്ജയൻ, ശംഖപാലൻ, ധൃതരാഷ്ട്രർ തുടങ്ങിയവരൊക്കെയുണ്ട്. ഈ നാഗങ്ങൾക്ക് 100ഉം 200ഉം 700ഉം ശിരസ്സുകളുണ്ട്. പ്രകൃതിയിൽ നിന്നും മനുഷ്യനുണ്ടാക്കുന്ന പല ദോഷങ്ങൾ ഇല്ലാതാക്കാൻ നാഗങ്ങൾക്ക് കഴിയുമെന്നൊരു വിശ്വാസമുള്ളതുകൊണ്ട് കേരളത്തിലെ പൂർവികർ നാഗദൈവങ്ങളെ കാവുകളിൽ കുടിയിരുത്തി ആരാധിച്ചിരുന്നു. നാഗം ദേവതയായുള്ള ആയില്യ നക്ഷത്രമാണ് നാഗപൂജയ്ക്ക് ഏറ്റവും ഉത്തമമായി കരുതുന്നത്. ഇതിമേൽ തന്നെ കന്നി, തുലാമാസത്തിലെ ആയില്യം വിശേഷമായി കരുതുന്നു. മണ്ണാറശാല, പാമ്പുമേക്കാട്, വെട്ടിക്കോട് എന്നിവിടങ്ങളിൽ ഈ ആയില്യങ്ങൾ വളരെ വിശേഷമാണ്. സർപ്പദേവതകളോടുള്ള ഭക്തിയാണ് സർപ്പപൂജ. ഈ പാരമ്പര്യം പ്രത്യേകിച്ച് മതത്തിലും പുരാണത്തിലും പുരാതന സംസ്കാരങ്ങളിലുമുണ്ട്. ജ്യോതിഷത്തിലും സർപ്പദോഷം, നാഗദോഷം എന്നിങ്ങനെ പലതുമുണ്ട്. അഷ്ടനാഗങ്ങളെ കുറിച്ച് അറിയാൻ